സംസ്ഥാനത്ത് ആശങ്ക വിതച്ച് ഷിഗല്ല കേസുകളിലെ വർധന. കൊല്ലത്തും വയനാട്ടിലും വീണ്ടും രോഗബാധ സ്ഥിരീകരിച്ചു. വയനാട്ടിൽ കോളയാടി മാർ ബെസേലിയോസ് സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് രോഗബാധ. സ്കൂൾ ഇതുവരെ 17 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 7 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം 146 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രോഗവ്യാപനത്തിന് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധി നിയന്ത്രണത്തിന് ഹൈ പവർ കമ്മിറ്റിക്ക് രൂപം നൽകിയെന്നും കെ മുരളീധരൻ ഇന്ന് വ്യക്തമാക്കി. പകർച്ചവ്യാധികളുടെ സംഖ്യത്താണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനൊരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. സനിസ ചേരുന്നു വിശദാംശങ്ങളുമായി. സനിസ, എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രി വിശദമായ വാർത്താസമ്മേളനം തന്നെയാണ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഷിഗല്ല വ്യാപിക്കുന്നുണ്ട്, അതിൽ കൃത്യമായിട്ടുള്ള കരുതൽ വേണമെന്ന് തന്നെ മന്ത്രി പറയുന്നു. അതുപോലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പാളിച്ചയുണ്ടായി എന്ന് പറയുന്നു. ഇനിയെങ്കിലും ഇത് ഇത്തരത്തിൽ വ്യാപിക്കാതിരിക്കാനുള്ള കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നാണോ? എന്തെല്ലാമാണ് ഇതിൽ കൂടുതലായിട്ടുള്ള വകുപ്പിന്റെ നീക്കങ്ങൾ? സ്വാതി, കർശനമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഒരു ഹൈ പവർ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ്. ഡോക്ടർ SS ലാലിന്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹമാണ് ഈ ചെയർമാൻ. കോഓർഡിനേറ്ററായിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫും ഉണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ഇത്തരം രോഗങ്ങൾ, പകർച്ചവ്യാധികളുടെ വ്യാപനം, അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ എന്നിവയിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നതടക്കമുള്ള ഈ വ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമാക്കും. അതുപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലും ഈ രോഗവ്യാപനം തടയാൻ വേണ്ടിയിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം സജ്ജമാക്കും. ഇതാണ് ഏറ്റവും പുതിയതായിട്ട് ആരോഗ്യ വകുപ്പ് ഈ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഒരു നടപടി എന്ന് തന്നെ പറയാം. കൂടാതെ ഈ ഷിഗല്ല വലിയ രീതിയിൽ സംസ്ഥാനത്ത് ഭീതി പടർത്തുന്ന ഒരു സാഹചര്യമാണ്. ഇന്നും വയനാട്ടിലും കൊല്ലത്തും പുതിയ കേസുകൾ വന്നു. ഈ മാസം തന്നെ 70 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ ഷിഗല്ല ആകെ ഈ വർഷം 146 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ എടുത്തു നോക്കിയാൽ 5 മരണവും സംഭവിച്ച ഒരു സാഹചര്യമാണ്. പകർച്ചവ്യാധികൾ എല്ലാം തന്നെ ഈ വലിയ രീതിയിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം വേണ്ട രീതിയിൽ നടക്കാത്തതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ രോഗങ്ങൾ വ്യാപിക്കാൻ കാരണമായതെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയുണ്ടായി. ഇതിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ വൈകാൻ കാരണം. എന്തായാലും അതൊരു വീഴ്ച തന്നെയാണ്. അതിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ യോഗം ചേർന്ന് തീരുമാനം കൈക്കൊണ്ടതായിട്ടാണ് മന്ത്രി പറയുന്നത്. കൂടാതെ ഈ ഹൈ പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കലണ്ടർ തയ്യാറാക്കും. ബാധിക്കുന്നതിലാണ് കൂടുതൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്.